ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയ്ക്ക ക്ലാസ്സസ്. നമുക്ക് ഐസോമറിസത്തിലുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അപ്പം ചെയിൻ ഐസോമറിസം നമുക്ക് നോക്കാം. കാർബണിന്റെ സ്കെൽറ്റനുള്ള വ്യത്യാസം കൊണ്ട്, നമ്പർ ഓഫ് കാർബൺസ് എത്ര മെയിൻ ചെയിൻ കൺസിഡർ ചെയ്യുന്നുണ്ടോ അതിന്റെ വ്യത്യാസം കൊണ്ടാണ് ചെയിൻ ഐസോമറിസം ഉണ്ടാണെന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ എത്ര കാർബൺ മിനിമം വേണ്ടി ഒരു ചെയിൻ ഐസോമറിസം പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് കാർബൺസ് എത്ര ആയിരിക്കണം, മിനിമം എത്ര വേണം? ഒരു കാർബൺ ആണെങ്കിൽ എന്തായാലും പോസിബിൾ അല്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് ചെയിൻ ഐസോമറിസം പോസിബിൾ അല്ല. രണ്ടെണ്ണം ആണെന്നുണ്ടെങ്കിലോ അതും പോസിബിൾ. ഇനി മൂന്നെണ്ണം എടുക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിലോ മൂന്നെണ്ണാണെന്നുണ്ടെങ്കിലും അതും പോസിബിൾ അല്ല. നമ്മൾ ഇങ്ങനെ വരച്ചാലും ഇതെങ്ങനെ വരച്ചാലും ഇതെന്താണ്, ഇതെല്ലാം ഇതിന് മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ 3 കാർബൺ വരാണ് ചെയിൻ ഐസോമറിസം പോസിബിൾ അല്ല. 4ാമത്തെ കാർബൺ മുതലാണ് ചെയിൻ ഐസോമറിസം പോസിബിൾ ആണത്. അപ്പോൾ 4 ഉള്ള കേസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. 4 ഉള്ള കേസിലെല്ലാം ചെയിൻ ഐസോമറിസം ഇതൊന്നാണ്, ഇതൊന്ന്, അങ്ങനെ 2 ഐസോമറിസം പോസിബിൾ ആണ് ചെയിൻ ഐസോമറിസത്തിന്റെ കേസ് 4 കാർബൺ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഹയർ നമ്പർ ഓഫ് കാർബൺസ് എത്തുന്ന സമയത്ത് നമുക്ക് ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് എക്സാം ഹോളിൽ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഫുൾ നമ്മൾ വരച്ച് നോക്കേണ്ടി വരും. അപ്പൊ അതിന് പകരം നമ്മൾ എന്താക്കുക, ആ നമ്പർ ഓഫ് ഐസോമറിസത്തിന്റെ നമ്പർ നമുക്കൊന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാം. പിന്നെ 4 കാർബൺ ആണെന്നുണ്ടെങ്കിൽ 2 ഐസോമറിസം ആണ് പോസിബിൾ ആവുക. ഇനി 5 ആണെന്നുണ്ടെങ്കിൽ 3 ഐസോമറിസം. ഇത് വരച്ച് നോക്കിയാൽ കിട്ടും കേട്ടോ. പക്ഷെ ഇത് പെട്ടെന്ന് നമ്മൾ എന്താ പറയാ ബൈ ഹാർട്ട് ചെയ്ത് എന്താവും എക്സാം ഹോൾ നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 6 കാർബൺ ആണെന്നുണ്ടെങ്കിൽ 5 ഐസോമറിസം, 7 ആണെന്നുണ്ടെങ്കിൽ 9 ഐസോമറിസം, 8 ആണെന്നുണ്ടെങ്കിൽ 18, 9 കാർബൺ ആണെന്നുണ്ടെങ്കിൽ 35 ഐസോമറിസം പോസിബിൾ ആണ്. 10 കാർബൺ ആണെന്നുണ്ടെങ്കിൽ 75 ഐസോമറിസം അവിടെ പോസിബിൾ ആണ്. ജസ്റ്റ് ഓർത്തക്ക 2, 3, 5, 9, 18, 35 and 75. നമുക്ക് ജസ്റ്റ് ഓർത്തക്ക എന്താണ് 2ന്റെ ഡബിൾ എന്താണ് 4, 4 നിന്ന് മൈനസ് ചെയ്ത് 3, 3ന്റെ ഡബിൾ എന്താ 6 നിന്ന് മൈനസ് ചെയ്താൽ 5, 5ന്റെ ഡബിൾ എന്താ 10, 10 നിന്ന് മൈനസ് ചെയ്ത 9. പിന്നെ ഇവിടുന്ന് ജസ്റ്റ് ഓർത്തക്ക വേണ്ടിയിട്ട് മാത്രം, റെഗുലർ ആയിട്ടല്ല. 9ന്റെ ഡബിൾ എന്താ 18, പിന്നെ 35, 75. അതൊന്ന് ഓർത്ത് വെക്കുക ജസ്റ്റ്.